ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Oppo Reno 8 Pro ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ Oppo Reno 8 ആൻഡ് Oppo Reno 8 Pro എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഹുവായിലൊക്കെ കണ്ടിരുന്നൊരു ഫീച്ചർ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി. ഞാൻ അതാണ് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് എടുക്കുക, അതിനകത്ത് എയർ ജസ്റ്റേഴ്സ് എടുക്കുക. പക്ഷേ ഇത് ഞാൻ ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര റിലയബിലിറ്റി തോന്നിയില്ല. പക്ഷേ ചില സമയത്ത് വർക്ക് ചെയ്യുന്നത്, ചില സമയത്ത് ഇച്ചിരി അനോയിങ് ആണ്. കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ അടിപൊളിയാകും. കാരണം ആൻസർ ഓർ മ്യൂട്ട് കോൾസിന് ഓപ്ഷൻ, ദാറ്റ് മീൻസ് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഫിംഗർ കൊണ്ട് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കോൾ എടുക്കാൻ പറ്റുക, അങ്ങനത്തെ ഓപ്ഷൻസാണ് നമുക്കുള്ളത്. പിന്നെ അതുപോലെ ജസ്റ്റ് കൈ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂട്ട് ആകുക. കൈ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ആൻസർ ചെയ്യുക, അതങ്ങനത്തെ ഒരു ഫീച്ചറുണ്ട്. പിന്നെ സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ, അത് സപ്പോർട്ടഡ് ആപ്സ് നമുക്ക് കുറച്ചുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കണ്ടത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് യൂട്യൂബിനകത്ത് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷേ അത് നമ്മളൊരു കൈ ഒരു പൊസിഷനിലൊക്കെ വെക്കണം. എനിക്ക് അത്ര ഒരു റിലയബിൾ ഒന്നും സ്റ്റിൽ ഒരു ഹാപ്പി ടു ഹാവ് ദാറ്റ് ഫീച്ചർ ആണ്. കാരണം ഇനി അത് നെക്സ്റ്റ് അപ്ഡേഷൻ വരെ കുറച്ചും കൂടി അടിപൊളിയാവുള്ളൂ. പിന്നെ അതുപോലെ യൂട്യൂബ് വീഡിയോസിനകത്താണ് നമുക്ക് പ്ലേ ആൻഡ് പോസ്, ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത് പോസ് ചെയ്യുക വീഡിയോ, അതിൻ്റെ ഒന്നോടെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ പ്ലേ ആവും. സോ അങ്ങനത്തെ കുറച്ച് ഹാൻഡി ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പേഴ്സണൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര റിലയബിൾ ആയിട്ട് തോന്നിയില്ല. എന്നാലും സ്റ്റിൽ ഹാപ്പി ടു ഹാവ് ദാറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്കുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കുള്ള സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ്, ഇഷ്ടം പോലെ ഫീച്ചർ. ദാറ്റ് മീൻസ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡബിൾ ടാപ്പ് ടു വേക്ക് ആൻഡ് ഡബിൾ ടാപ്പ് ടു ഡൗൺ ഓഫ് ദ സ്ക്രീൻ അവിടെ തന്നെ കിടപ്പുണ്ട്, അത് കൂട്ടിയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വെച്ചാൽ ഡ്രോ ഓ ടു ഓപ്പൺ ക്യാമറ, വി ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഫോൺ ഓഫ് ചെയ്തിട്ട് ഓ ഡ്രോ ചെയ്യാണ് കണ്ടോ, ഡയറക്റ്റായിട്ട് ക്യാമറ വന്നു. ഇനി വി ഡ്രോ ചെയ്തു കണ്ടോ, ഫ്ലാഷ് ലൈറ്റ്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് വലിയ ഒരു ക്വിക്കായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് സ്ക്രീനിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയത്. അതാണ് നമ്മുടെ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് എടുക്കുക. ഞാൻ ജസ്റ്റ് ടോർച്ച് ഓഫ് ചെയ്തിട്ട് ഓക്കെ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ലെറ്റ്സ് നമുക്ക് മ്യൂസിക് കൺട്രോൾ ഉണ്ട്. പിന്നെ സോ നെക്സ്റ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. യൂഷ്വലി നമുക്ക് ചില ഫോൺസിനൊക്കെ ജസ്റ്റ് ഒറ്റ ഫീച്ചർ ഡ്രോ ഡബ്ല്യു മാത്രം ഒരു ആപ്പിട്ട് മാത്രം, മീൻസ് ഒരു സ്ക്രീൻ ഓഫ് സെഷൻ ജസ്റ്റ് ഒരു ആപ്പിട്ട് മാത്രം. ഇത് കണ്ടോ നിങ്ങൾ, ഡ്രോ അപ്പാരോ, സ്ലൈഡ് ഡൗൺ, സ്ലൈഡ് ലെഫ്റ്റ്, സ്ലൈഡ് റൈറ്റ്, ഡ്രോ എം, ഡ്രോ ഡബ്ല്യു. ഞാൻ ഇപ്പോൾ ഡ്രോ എം മാപ്സ് ഇട്ടിട്ടുണ്ട്, ഡ്രോ ഡബ്ല്യു യൂട്യൂബ് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ ടേൺ ഓൺ ചെയ്യാം. ഡ്രോ ഡബ്ല്യു ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്, ഡ്രോ എം ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രോ അപ്പാരോ ടേൺ ഓൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് എം ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. എം കണ്ടോ, ഇൻസ്റ്റൻറ്റ് മാപ്സ് വന്നു. ജസ്റ്റ് ഡബ്ല്യു ഡ്രോ ചെയ്യാം, ഡബ്ല്യു ഉണ്ടോ, ഇൻസ്റ്റൻ്റായിട്ട് യൂട്യൂബ് വന്നു. സോ റിയലി ഹാൻഡിയാണ്. ഓരോ ഫംഗ്ഷനായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റുക. സോ ഇറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് തിങ്. സോ ബാക്ക് ടു ദ സിസ്റ്റം സെറ്റിംഗ്സ് ആൻഡ് നമ്മൾ ജസ്റ്റേഴ്സ് മോഷൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സിന് അത്രയാണുള്ളത്. പിന്നെ നമുക്ക് 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ ആണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക. ഇനി 3 പാർഷ്യൽ സ്ക്രീൻഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു പച്ച തെളിഞ്ഞ രണ്ടര മാത്രം എടുത്താൽ ഞാൻ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഇത് വന്ന് സെലക്ഷൻ ബാർ വന്നു. എന്നിട്ട് ഞാൻ എന്താണ് വേണ്ടത് മാത്രം സെലക്ട് ചെയ്തു, ജസ്റ്റ് പച്ചയാക്കി ഉണ്ടോ, അല്ല ടിക്ക് ആക്കി കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് മാത്രം സേവ് ചെയ്തു. പിന്നെ അത് വേറെ ഓപ്ഷൻസ് കഴിഞ്ഞാൽ റേസ് ടു വേക്ക്, ദാറ്റ് മീൻസ് നമ്മൾ ഫോൺ ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ സ്ക്രീൻ ടേൺ ഓൺ റേസ് ടു വേക്കിൻ്റെ ഫീച്ചർ ഉണ്ട്. പിന്നെ ലിഫ്റ്റ് ടു ഇയർ, ദാറ്റ് മീൻസ് ഫോൺ ബെലറ്റ് നമ്മൾ ചേരെ ചെവിയിട്ട് എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ആൻസർ ചെയ്യണം. പിന്നെ സ്പീക്കറിലായിരിക്കുമ്പോൾ നമ്മൾ ചെവിയിട്ട് കൊണ്ടുവരുമ്പോൾ അത് ഇയർ പീസ് ഇട്ട് മാറണം, അതാണ് ഓട്ടോ സ്വിച്ച് ടു റിസീവർ. പിന്നെ ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമിംഗ് കോൾസ് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ മ്യൂട്ട് ആവണം. ഇത്രയും ഫീച്ചറാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസിനകത്തുള്ളത്. ഓക്കെ, പിന്നെ അതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം നാവിഗേഷൻ ആണ്. ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ചില ബട്ടൺസ് ആണ് ഈ ജസ്റ്റേഴ്സ് ഇടുക, അതാണ് ഏറ്റവും അടിപൊളി. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ ചെറിയൊരു ജസ്റ്റർ ഗൈഡ് ബാർ ഉണ്ട്. ഞാനിപ്പോൾ സ്ക്രീൻ കട്ടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഇത് ഞങ്ങളുടെ എന്നിട്ടാണ് കഴിഞ്ഞാൽ ജസ്റ്റർ ഗൈഡ് ബാറുകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ടു പ്രീവിയസ് ആപ്പ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് അല്ലെങ്കിൽ റൈറ്റ് സ്വൈപ്പാണ് ബാക്ക് വരിക. ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ആണ് ഹോം പോവുക. പിന്നെ റീസൺസ് ആണെങ്കിൽ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് നടുക്കൊണ്ട് നിർത്തുക. കണ്ടോ, റിയലി ഹാൻഡി ആയിട്ട് ക്വിക്കായിട്ട് ഓരോ ആപ്സ് ഇട്ട് പടപടയെന്ന് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് അതിനകത്ത് വരിക. ഓക്കെ, ആൻഡ് ബാക്ക് ടു സിസ്റ്റം നാവിഗേഷൻ. പിന്നെ നമുക്ക് പ്രീവിയസ് ആപ്പിട്ട് പോകാനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന യൂട്യൂബും മാപ്സും കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റിങ്സിൽ നിന്ന് എനിക്ക് മാപ്സ് എന്ന് വെച്ചാൽ തൊട്ടിപ്പുറം കിടക്കുന്ന മാപ്സ് ആണല്ലോ, തൊട്ടിപ്പുറം യൂട്യൂബാണ്, അതിൻ്റെ തൊട്ടിപ്പുറം കിടക്കണ സെറ്റിങ്സ് ആണ്. സോ സെറ്റിങ്സും യൂട്യൂബും തമ്മിൽ എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു നമ്മൾ ബാക്ക് അടിക്കുന്നതിന് പകരം ബാക്ക് അടിച്ചിട്ട് നമ്മൾ കൈ വിടാണ്ട് നിൽക്കണം. ഉണ്ടോ, ബാക്ക് ടു സെറ്റിങ്സ്, പിന്നെ ബാക്ക് ടു യൂട്യൂബ്, പിന്നെ ബാക്ക് ടു സെറ്റിങ്സ്, അങ്ങനെ ലെഫ്റ്റും റൈറ്റും വരും. കണ്ടോ, പിടിച്ച് നിർത്തിയാൽ മതി. കണ്ടോ, എന്നുവെച്ചാൽ ആ ഒരു ആപ്പ് മാത്രമാണ് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ റീസൺസിൽ ഇത്ര ആപ്സ് കിടപ്പുണ്ടല്ലോ, ഇത്ര ആപ്സ് സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഗാലറിയിൽ ഫോട്ടോസ് മാറ്റൂലേ, അതേപോലെ ആ സെയിം നമ്മൾ ഏറ്റവും താഴെ ചെയ്താൽ മതി. കണ്ടോ, അത്രേ ഉള്ളൂ. ഉണ്ടോ, അങ്ങനെ ഭയങ്കര ഹാൻഡിയാണ്. ജസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഉണ്ടോ,
ഓക്കെ, സോ ദാറ്റ്സ് റിയലി നൈസ്. സോ അത് ജസ്റ്റർ നാവിഗേഷൻ എനേബിൾ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നാവിഗേഷൻ ഇച്ചിരി പാടായിട്ട് തോന്നുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അവിടെ ബട്ടൺ നാവിഗേഷൻ ഓപ്ഷൻ കണ്ടോ, ബട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നോർമൽ കൺവെൻഷണൽ ബട്ടൺസ് ഇട്ട് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ പ്രിഫർ ജസ്റ്റ് നാവിഗേഷൻ, അതാണ് ഏറ്റവും അടിപൊളി. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിനകത്ത് നമുക്ക് വരുന്ന ബാക്കി സെറ്റിംഗ്സ് നോക്കാം. അസിസ്റ്റീവ് ബോളാണ് നമുക്ക്. ദാറ്റ് മീൻസ് നമ്മൾ അസിസ്റ്റീവ് ടച്ച് ഇല്ല നമ്മുടെ ഐഫോൺസിൽ, ആ സെയിം സംഭവത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് അസിസ്റ്റീവ് ബോൾ കണ്ടത്. ഇതാണ് അസിസ്റ്റീവ് ബോൾ തന്നെ. ഓക്കെ, അതിനകത്ത് നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ജസ്റ്റർ, അതായത് മീൻസ് ഇതിനകത്ത് ഒരു ടാപ്പ് എന്ത് സംഭവിക്കണം, ഇതിനകത്ത് രണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവം, അന്നേരം ജസ്റ്റ് ലിമിറ്റഡ് ആവും, വെറും രണ്ട് സാധ്യത ലിമിറ്റഡ് ആവും. പക്ഷേ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റർ ഓപ്പറേഷൻസ് മാറ്റിയിട്ട് ടാപ്പിന് കൊടുക്കുക. എന്നിട്ട് ആ മെനു കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത്, ഇപ്പോൾ ഞാൻ എന്ത് ഗോ ബാക്ക് ഇത് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയും സാധനം വന്നു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരെണ്ണത്ത് നോക്കി ഉണ്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഗോ ബാക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഏതെങ്കിലും 5 സെലക്ഷൻസ് ഇട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണത് ഉണ്ടോ, സ്ക്രീൻഷോട്ട് പട്ടയം എടുക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ആക്സിബിലിറ്റിയുടെ ഐക്കൺ അസിസ്റ്റീവ് ബോൾ ഇങ്ങനെ കിടക്കുകയാണ്. അത് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു കുറച്ചുകൂടെ ഹൈഡ് ആക്കിയിടാം, ഭയങ്കര വിസിബിൾ ആക്കിയിടാം. സോ ഏറ്റവും നടുക്ക് കിടക്കുവാണ് ഏറ്റവും അടിപൊളി. ഓക്കെ, പിന്നെ നമുക്ക് അസിസ്റ്റീവ് ബോൾ എത്രത്തോളം ഇതിനകത്ത് ലിമിറ്റഡ് യൂസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഞാൻ ആക്ച്വലി നമ്മൾ വേറൊരു ഫോൺസിൽ കണ്ട പോലെ ദാറ്റ് മീൻസ് കുറേ ആപ്സ് ഇട്ടൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്, അങ്ങനെ ആപ്സ് ഇട്ടൊന്നും ഒരു കസ്റ്റമൈസേഷൻ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോകാം. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞാണ് ജസ്റ്റ് മോഷൻ. ഇപ്പോൾ 1 ഹാൻഡ് മോഡ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഈ താഴെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി കണ്ടോ, ഇൻസ്റ്റൻറ്റ് 1 ഹാൻഡ് മോഡ്. ദാറ്റ് മീൻസ് ആ താഴത്തെ ആ ബാറിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്ത് ബോട്ടം സ്വൈപ്പ് ചെയ്ത് ഇൻസ്റ്റൻറ്റ് 1 ഹാൻഡ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നെക്സ്റ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് സെറ്റിംഗ്സ്. സ്പെഷ്യൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്, അതേ കാണിച്ചാൽ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ആട്ടോ ഉദ്ദേശിക്കണേ. സോ ഞാൻ ഇപ്പോൾ നമ്മുടെ ഗാലറി നിൽക്കുവാണ്, 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് കൊടുത്തു, രണ്ടാമത്തെ ആപ്പ് എടുത്തു, പ്ലേ സ്റ്റോർ എടുത്തുണ്ടോ. ഈ സെയിം സമയത്ത് എനിക്കിപ്പോൾ ഗാലറി ആക്സസ് ചെയ്യാം, പ്ലേ സ്റ്റോർ ആക്സസ് ചെയ്യാം. അതാണ് നമ്മുടെ സെറ്റിങ്സ് തന്നെ. സോ ബാക്ക് ടു ദ സെറ്റിങ്സ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതാണ് നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ തന്നെ. പിന്നെ ഫ്ലെക്സിബിൾ വിൻഡോസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് തന്നെ ഒരു വിൻഡോനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റിയ സംഭവമാണ്. അതായത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ബട്ടൺ ഫ്രീ മോഡ് ഉണ്ട്, ക്വിക്ക് ഹൈഡ് വിൻഡോ ഉണ്ട്, അങ്ങനത്തെ കുറേ നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ആപ്സ് വിത്തിൻ ആപ്പായിട്ട്. പിന്നെ നെക്സ്റ്റ് ക്വിക്ക് റൂട്ടാണ്, അത് വലിയ കാര്യമായിട്ട് പറയാനില്ല. ദാറ്റ് മീൻസ് പെട്ടെന്ന് ഒരു ആപ്പ് ഇട്ടൊക്കെ വരുന്ന സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല പിന്നെ ക്വിക്ക് ലോഞ്ച് ഉണ്ട്, അതൊരു നൈസ് സംഭവമാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ഫീച്ചറാണ്. എനിക്ക് ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് 5 ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലെ ആപ്സോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻസ് സെലക്ട് ചെയ്യാൻ, ആപ്പ് സെലക്ട് ചെയ്യാൻ. പിന്നെ അഡുണ്ടു ബെഞ്ച് മാർക്കും നമ്മുടെ CPU ത്രോട്ട് ടെസ്റ്റുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ആപ്പ് ഇട്ട് പോകാൻ പറ്റാം. ഉണ്ടോ, ഇപ്പോൾ 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ലോക്ക് സ്ക്രീനിൽ നിൽക്കും കേട്ടോ, അല്ല ലോക്ക് ചെയ്തിട്ട് ഞാൻ അൺലോക്ക് ചെയ്തിട്ട് കൈ അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ഉണ്ടോ, 5 ആപ്പിൽ ഏത് ആപ്പ് ഇട്ട് പോകുന്നത്, ഇപ്പോൾ അഡുണ്ടു ബെഞ്ച് മാർക്ക് കൊണ്ട് നിർത്തുക. ഉണ്ടോ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആപ്പ് ഇട്ട് പോകും. സോ ഇൻസ്റ്റൻ്റായിട്ട് ലോക്ക് സ്ക്രീനിന് ഇഷ്ടം പോലെ ആപ്പ് ഇട്ട് പോകാനുള്ള ഭയങ്കര റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ ഉണ്ട്. സോ ക്വിക്ക് സെറ്റിംഗ്സ് നല്ലൊരു സംഭവമാണ്. പിന്നെ സ്മാർട്ട് സ്ലൈഡ് ബാർ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഈ അസിസ്റ്റീവ് ടച്ചിനകത്ത് ഇത്രയും ലിമിറ്റഡ് ഫീച്ചേഴ്സ് കൊടുത്തത് കാരണം സ്മാർട്ട് സ്ലൈഡ് ബാർ ഉള്ളത് കാരണമായിരിക്കും. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് വന്നിട്ട് നിങ്ങൾ സ്ക്രീൻ കാർഡ് ചേർന്ന് ഇച്ചിരി കയറി പോയിട്ട് തന്നെ ഇവിടെയാണ് സ്മാർട്ട് സ്ലൈഡർ വന്നേക്കണുണ്ടോ. ഇതാണ് സ്മാർട്ട് സ്ലൈഡർ. അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം. കാണിച്ചിട്ട് ഞാൻ ഇപ്പോൾ അത് ഓൺ ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടോ ഫുൾ ആപ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ആപ്പ് ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആപ്സ് ആഡ് ചെയ്തിടാം. എന്നിട്ട് ഏത് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ ഏത് സ്ക്രീനിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്ലേ സ്റ്റോർ ചെയ്യുന്ന സമയത്തായാലും ഇത് ജസ്റ്റ് വലിക്കുക. കണ്ടോ ഏത് ആപ്പ് ഇട്ട് പോകേണ്ടത്, ഇപ്പോൾ യൂട്യൂബ് ഇട്ട് പോകണമെങ്കിൽ അങ്ങനെ ഇഷ്ടം പോലെ ആപ്പ് ഇട്ട് പോയി സെയിം സമയത്ത് നമുക്ക് നമ്മുടെ പ്രിഫേർഡ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള ഇത് സംഭവങ്ങളും ചെയ്യാൻ പറ്റും. സോ ഹൈലി റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷനും ഈസും രീതിയിലാണ് നമ്മുടെ UI വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ നമുക്ക് കുറച്ച് സിമ്പിൾ മോഡൊക്കെ ഉണ്ട്. മീൻസ് പ്രായമുള്ളവർക്ക് ഇച്ചിരി ബിഗർ സൈസ് ഫോൺസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയാണ് സിമ്പിൾ മോഡ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പ്രിസൈസ് ടച്ചസ് ആയിരിക്കും കേട്ടോ, അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രിസൈസ് ടച്ചസ് ആയിരിക്കും, എല്ലാം കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. സോ അതിൻ്റെ ബിഗ് ഫോൺ സൈസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ സിമ്പിൾ മോഡ് തന്നെ. ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, ആപ്പ് ക്ലോൺ ഒക്കെയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കുക. അതിനകത്ത് പ്രൈവസി പാസ്വേഡ് എടുക്കുക. അതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യാം. ഓക്കെ, പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട് ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, പ്രൈവറ്റ് സേഫ്. ആപ്പ് ലോക്കാണ് നമ്മുടെ ഫസ്റ്റത്തെ ആപ്പ് ലോക്കിൻ്റെ ഫീച്ചർ. ഓക്കെ, സോ ആപ്പ് ലോക്ക് ഓൺ ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ സപ്പോസ് ഞാൻ അഡുണ്ടു ബെഞ്ച് മാർക്ക് ലോക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കും ഫിംഗർ പ്രിൻറ്റ് യൂസ്. അപ്പോൾ ഞാൻ യൂസ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് അഡുണ്ടു ബെഞ്ച് മാർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അൺലോക്കായി. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നുകൂടെ ആപ്പ് അഡുണ്ടു ബെഞ്ച് മാർക്ക് എടുക്കുക. അവിടെ ഇപ്പോൾ ചോദിക്കുന്നില്ല. സോ 1 ടൈം മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് ലോക്ക് ആപ്പ് വെൻ. അപ്പോൾ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കിംഗ് ദ സ്ക്രീനിൻ്റെ സമയത്താണ്. അത് മാറ്റിയിട്ട് എക്സിറ്റിംഗ് ദ ആപ്പ് കൊടുക്കുക. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ ആപ്പ് എക്സിറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ കണ്ടോ
ഇൻസ്റ്റൻ്റായിട്ട് ചോദിക്കും, അടുത്ത തവണ എടുക്കും കേട്ടോ. കണ്ടോ, അടുത്ത തവണയും ചോദിച്ചു. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം. ആപ്പ് ലോക്ക്. നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ഹൈഡ് നോക്കാം. സോ സെറ്റിങ്സ്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, പ്രൈവസി പാസ്വേഡ്. ഓക്കെ, പ്രൈവസി പാസ്വേഡ്. നെക്സ്റ്റ് ഹൈഡ് ആപ്പ്. സോ ഞാനിപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CP ടെസ്റ്റാണ്. ഞാൻ ഹൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് നമ്മുടെ ഡയൽ പാഡിൽ നിന്നാണ് നമ്മൾ ആക്സ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിങ്സ് പോവുക. എന്നിട്ട് ഇപ്പോൾ നമ്മളോട് ഡയൽ കോഡ് സെറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സപ്പോസ് സെറ്റ് ചെയ്യണത് #4321#. ദാറ്റ് മീൻസ് എൻ്റെ പിന്ന് 4321 ആണ്. അപ്പോൾ അത് കാരണം ഹാഷ് അതിൻ്റെ പിന്നെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഹാഷ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക. ഡൺ. ഇനിയിപ്പോൾ എനിക്കത് ആക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ CP ടെസ്റ്റ് എങ്ങുമില്ല കണ്ടോ. ഇനി ആക്സ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് ജസ്റ്റ് ഡയലറി പോവുക. എന്നിട്ട് #4321# കണ്ടോ, ഹിഡൻ ആപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നൈസ് ഇംപ്ലിമെൻറ്റേഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു നല്ലൊരു സെക്യൂർ ഇംപ്ലിമെൻറ്റേഷൻ വേണം പറയാൻ നമുക്കത്. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിങ് ദ ഹൈഡ് ആപ്പ്. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രൈവറ്റ് സേഫ് ആണ്. അതായത് നമുക്ക് സെക്യൂർ ആയിട്ട് കുറച്ച് ഡേറ്റാസ് ഒക്കെ യൂസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളോട് ചോദിക്കും കണ്ടോ, ഇമേജസ് ആൻഡ് വീഡിയോസ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ്, ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് ഗാലറി അല്ലാണ്ട് നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്ഥലത്ത് വയ്ക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രൈവറ്റ് സേഫ് എന്നുള്ള സംഭവം. നമുക്ക് ഗാലറി നിങ്ങളുടെ ഇപ്പോൾ ഇമേജസാണ് വേണ്ടി ഇമേജസ് ആൻഡ് വീഡിയോസ് എടുക്കുക, പ്ലസ് കൊടുക്കുക. ഏതാണ് ഇമേജസ് വേണ്ടത്? ഇപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് വേണ്ടി സെറ്റ് ആസ് പ്രൈവറ്റ് കൊടുത്താൽ മതി. കണ്ടോ, സെറ്റ് ആസ് പ്രൈവറ്റ് ആണ്. ഇതിന് ഇവിടുന്ന് മാത്രമേ ആക്സ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ മറ്റേ ഗാലറിയിൽ ഇമേജ് ഉണ്ടാവില്ല. ഉണ്ടോ, ആ ഇമേജ് ഇവിടുന്ന് പോയി. ഓക്കെ, സോ നല്ല സെക്യൂർ വേ ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ക്ലോൺ, അതായത് 2 ഫേസ്ബുക്ക് 2 ആപ്സ് അങ്ങനെ യൂസ് അത് നമ്മുടെ സെറ്റിങ്സിനകത്ത് ആപ്സിനകത്താണ് നടക്കുക. ആപ്പ് ക്ലോൺ നിങ്ങൾക്ക് കണ്ടോ, 2 ഫേസ്ബുക്ക് ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് ക്രിയേറ്റ് ആപ്പ് ക്ലോൺ കൊടുക്കുക. കണ്ടോ, ക്രിയേറ്റിംഗ് ആപ്പ് ക്ലോൺ. അപ്പോൾ 2 ഫേസ്ബുക്ക് 2 ഇതൊക്കെ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബാക്ക് ടു ദ ഒരു നിങ്ങൾ ഗെയിം കളിക്കുവാണെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ബാറ്ററി എടുക്കുക. ബാറ്ററിക്കകത്ത് അഡ്വാൻസ് സെറ്റിങ്സ് എടുക്കുക. അഡ്വാൻസ് ഹൈ പെർഫോമൻസ് മോഡ്. ഇത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് ഫോൺ ഇച്ചിരി വാം ആവും, ഇച്ചിരി അത്യാവശ്യം നല്ല രീതിയിൽ വാം ആവും. പക്ഷേ നല്ല പീക്ക് പെർഫോമൻസ് ഫോൺ ആക്ടിവേറ്റ് ആവും. ഇത് ടേൺ ഓൺ അല്ലെങ്കിൽ അത്ര പീക്ക് പെർഫോമൻസ് ആണ്. ഇപ്പോൾ അഡോബ് ബെഞ്ച്മാർക്കൊക്കെ റൺ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇട്ടാണ് റൺ ചെയ്യുക. ഇപ്പോൾ ഐക്യൂനകത്താണെങ്കിൽ അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. അൾട്രാ ഗെയിം മോഡിനകത്ത് മോൺസ്റ്റർ മോഡും ഇട്ട് കഴിഞ്ഞാലാണ് ഐക്യു ഒക്കെ മാക്സിമം പെർഫോമൻസ് വർക്ക് ചെയ്യുക. അങ്ങനെ ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പെർഫോമൻസ് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് കിട്ടും. Dimensity 8100 മാക്സ് ആണ് ഫോണിന് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് തന്നെ 12GB 256GB ആണ്. പക്ഷേ നിങ്ങൾക്ക് അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എബോട്ട് ഡിവൈസിനകത്ത് റാം എടുത്തിട്ട് വേണമെങ്കിൽ 7GB വരെ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. 19GB റാം വേണമെങ്കിൽ ആക്കുന്നത് കണ്ടോ, 19. പക്ഷേ ഇന്റർണൽ സ്റ്റോറേജ് അത്രയും കുറയും, ആ ഒരു ഇത് നിങ്ങൾ കുറയും. അപ്പോൾ നിങ്ങൾക്ക് റാം മാറ്റർ അല്ല, നിങ്ങളൊരു മൾട്ടിമീഡിയ യൂസറൊക്കെയാണ് ജസ്റ്റ് ഫുൾ ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി ഇമ്മേഴ്സീവായിട്ട് നിങ്ങൾ ആ 256GB നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ചെയ്യാനുള്ളത് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ കുറച്ച് സെറ്റ് ഓഫ് ബേസിക് ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സംഭവമാണ് അൾട്രാ വിഷൻ എഞ്ചിൻ. അതിൽ ഇമേജ് ഷാർപ്പനുണ്ട്, മാക്സിമം വൈബ്രൻസി, ഒരു ലോ ക്വാളിറ്റി ഇമേജിനെ കുറച്ചും കൂടെ ഡൈനാമിക് ആക്കാനാണ് ഈ ഓപ്ഷൻ. പിന്നെ വീഡിയോ കളർ ബൂസ്റ്റ്, മീൻസ് കുറച്ചും കൂടെ ഒരു AI ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ കളർ വൈബ്രൻ്റ് ആക്കുന്ന ഓപ്ഷനാണത്. പിന്നെ HDR വീഡിയോ, ബ്രൈറ്റ് HDR വീഡിയോ മോഡ്, മീൻസ് കുറച്ചും കൂടെ ഇച്ചിരി ഡള്ളായിട്ടുള്ള ഒരു സിനാരിയാണ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് ആക്കും. അതാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് സ്ക്രീൻ കളർ മോഡ് വരുന്നുണ്ട്. അത് ബൈ ഡിഫോൾട്ട് നമുക്ക് വരുന്ന നാച്ചുറൽ ആണെങ്കിൽ അത് മാറ്റിയിട്ട് വൈബ്രൻ്റ് ആക്കുക. ഓക്കെ, സോ ഇത്ര നമുക്ക് മെയിൻ. പിന്നെ നമുക്ക് ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് ആണ് നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ്. അതിനകത്ത് അവിടെ കുറച്ച് ഓപ്ഷൻ, മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതാണ് സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ. ദറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുന്ന ഗ്ലോബൽ സെർച്ച് ആണ്. ദറ്റ് മീൻസ് നമുക്ക് നോട്ടിഫിക്കേഷൻ മീൻസ് ടോഗിൾ ചെയ്യാൻ പറ്റില്ല. സോ അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ദറ്റ് മീൻസ് ഇച്ചിരി വലിയ ഫോൺ ആയിരുന്നു. സോ എന്ന് കഴിഞ്ഞാൽ സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് മാറ്റിയിട്ട് നോട്ടിഫിക്കേഷൻ. സോ ഈച്ച് ആൻഡ് ടൈം നമുക്ക് ജസ്റ്റ് വൺ ഹാൻഡ് വെച്ചിട്ട് ക്വിക്കായിട്ട് ആ നോട്ടിഫിക്കേഷൻ ടൂൾസ് മൊത്തം ആക്സ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ റിയലി നൈസ് സംഭവമാണ് അവിടെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് നമ്മൾ ബാക്കിയുള്ളത് കണ്ട ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് റീസെൻറ്റ് ടാസ്ക് മാനേജറിനകത്ത് ഈ റാം ഇൻഫർമേഷൻ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം. റീസൻസിനകത്തൊന്നും കാണിച്ചിട്ടില്ല, പക്ഷേ നമ്മളിത് ടേൺ ഓൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം കണ്ടോ, 4.94 അവൈലബിൾ, 12 + 3GB ഓഫർ, അങ്ങനെയൊക്കെ പറഞ്ഞ് യൂസേജിങ് സിനാരിയോസൊക്കെ കാണിച്ചു തരും. പിന്നെ അത് മാത്രമല്ല പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നമ്മുടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ട്രാൻസിഷൻസ്, ദാറ്റ് മീൻസ് ഓരോ നമ്മുടെ ഒരു തേർഡ് പാർട്ടി ലോഞ്ചർ പോലെ ഇങ്ങനെ ട്രാൻസിഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. തേർഡ് പാർട്ടി കണ്ട് ഇങ്ങനത്തെ ഇഷ്ടമാണ്. തേർഡ് പാർട്ടി പണ്ട് ഈ നോവ ലോഞ്ചർ അങ്ങനത്തെ കുറച്ച് ലോഞ്ചേഴ്സിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നൈസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ
നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആൻഡ് സ്റ്റാറ്റസ് ബാർ. അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് മീൻസ് നമ്മളിപ്പോൾ ഒരാൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ, അത് അയാൾ തന്നെ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, പക്ഷേ അയാൾ അവിടെ നിന്ന് തന്നെ ഡബിൾ ടിക്ക് വന്നപ്പോൾ തന്നെ ബ്ലൂ ടിക്ക് വീഴുന്നതിന് മുമ്പ്, ദാറ്റ് മീൻസ് നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് അയാൾ അവിടെ നിന്ന് ഡിലീറ്റ് ഫോർ എവരിവൺ, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാറിൽ പോയിട്ട് മോർ സെറ്റിംഗ്സ് എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓൺ ആക്കുക. ഈച്ച് ആൻഡ് എവറി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നു പോകണം ഏതൊക്കെയാണോ അത് മൊത്തം നിങ്ങൾക്ക് വിത്ത് ടൈംസ് ആയി നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും. സോ വി വോണ്ട് മിസ് എനി ഓഫ് ദ നോട്ടിഫിക്കേഷൻസ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്റ്റാറ്റസ് ബാറിനകത്താണ് ഇപ്പോൾ നോക്കിയറിയാം ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ബാറ്ററി പെർസെൻറ്റേജ് ഔട്ട്സൈഡ് തയ്ക്കണം ഇൻസൈഡ് തയ്ക്കണമായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കാൻ പറ്റും. പിന്നെ എത്ര MB ഡൗൺലോഡിങ് അപ്ലോഡിങ് റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡും ഓൺ ആക്കിയാൽ മതി. സോ മാക്സിമം നിങ്ങൾക്ക് അത് യൂട്ടിലൈസ്. പിന്നെ പേഴ്സണലൈസേഷൻ ആണ് ഇഷ്ടം പോലെ, കസ്റ്റമൈസേഷൻ മൊത്തം കിടക്കണം ഈ ലൊക്കേഷനിലാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ അത് എപ്പോഴൊക്കെ കാണുന്നുണ്ടാവും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സ്റ്റൈൽസ് കാര്യങ്ങൾ എന്തൊക്കെ കാണിക്കണം, ഡിസ്പ്ലേ ഇൻഫർമേഷൻ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓൾ ഡേ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം പോലെ ഉണ്ട്. പവർ സേവിംഗ് ആണെങ്കിൽ അല്ലാണ്ട് വരും. സോ അത് നിങ്ങൾ പേഴ്സണൽ പ്രിഫറൻസ്. പിന്നെ നമുക്ക് തീംസിനുള്ള ഓപ്ഷൻ, പിന്നെ ഐക്കൺസിനുള്ള ഓപ്ഷൻ ഇഷ്ടം പോലെ ഉണ്ടാകും. കുറച്ച് ഐക്കൺ സ്റ്റൈൽസ് മാറ്റാൻ പറ്റും. പക്ഷേ ഡീഫോൾട്ട് ആയിട്ടുള്ള നല്ലത്. പിന്നെ ആപ്പ് നെയിംസ്, ഐക്കൺസിൻ്റെ സൈസസ് ഒക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഡീഫോൾട്ടായിട്ട് പച്ചയാണ്, അത് മാറ്റിയിട്ട് വേറെ കളേഴ്സ് വേണമെങ്കിൽ കസ്റ്റം കളേഴ്സും കൊടുക്കാം. പിന്നെ ഫോൺ സൈസ്, നമ്മുടെ ഫോണ്ട് സൈസും ഡിസ്പ്ലേ സൈസും ഒക്കെ കൂട്ടാനുള്ള ഓപ്ഷൻസ് അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻ. പിന്നെ ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ, ദാറ്റ് മീൻസ് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്തുള്ള ആനിമേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ എഡ്ജ് ലൈറ്റിംഗ്, ദാറ്റ് മീൻസ് നമുക്കൊരു ലോക്ക് ആയിട്ടിരിക്കുന്ന സമയത്തൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യണം, ലൈറ്റായിട്ട് ബ്ലൂവിൻ്റെ ഷെയ്ഡ് വന്ന ആ രീതിയിലൊക്കെ എഡ്ജ് ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ക്വിക്കായിട്ട് ഞാൻ എൻ്റെ ക്യാമറകളെന്ന് പറഞ്ഞുതരാം പെട്ടെന്ന്. സോ നമുക്ക് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ മോഡിനകത്ത് നിങ്ങൾ സ്റ്റെബിലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെയാണ് കിടക്കുന്നത്. അൾട്രാ സ്റ്റഡി മോഡ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മാക്സിമം റെസൊല്യൂഷൻ മോഡ് എടുക്കണമെങ്കിൽ ഇത് 15 ബിറ്റ് ഓൺ ചെയ്തിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വാട്ടർ മാർക്സ് വേണമെങ്കിൽ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, വാട്ടർ മാർക്ക് അത് ഇവിടെ ജസ്റ്റ് ഓൺ ആക്കി ഇടുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് Oppo Reno 8 Pro എന്ന് വരും. പിന്നെ കസ്റ്റം ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഫോൺ മാനിയ, ഇപ്പോൾ ജസ്റ്റ് ഫോൺ മാനി കൊടുക്കാം. ഫോൺ മാനി അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് ഓർഡർ ഷോട്ട് കണ്ടോ, Oppo Reno 8 Pro താഴെ ഫോൺ മാനി അങ്ങനെ കിടക്കും. പിന്നെ നിങ്ങൾക്ക് ലൊക്കേഷനോ ഡേറ്റ് ആൻഡ് ടൈമോ ആണെങ്കിൽ അതും കൂടെ സെലക്ട് ചെയ്യാൻ മതി. വിത്ത് ഡേറ്റ് ടൈമൊക്കെ ഒക്കെ നമുക്കത് ഇവിടെ കിട്ടും. അനുസരിച്ച് നല്ലാവും കണ്ടോ, വിത്ത് ടൈം സൈസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ അത്ര നമുക്ക് അതിനകത്ത് വരുന്നത്. പിന്നെ അപ്പാർട്ട് ഫ്രം തന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ്, ഇവിടെ ഫിൽറ്റേഴ്സ്, റീടച്ച് അങ്ങനെ കുറേ ഓപ്ഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. മോറിനകത്ത് നമുക്ക് പ്രോ മോഡ്, അതായത് അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രോ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ മാക്സിമം റെസൊല്യൂഷൻ എക്സ്ട്രാ ചെയ്യുന്ന ഒരു മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് പനോരമിക് മോഡ്, മാക്രോ മോഡ്, ഫിലിം മോഡ് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടോ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു പ്രോ ഫിലിം രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഒരു പ്രോ വീഡിയോ മോഡ് വേണമെങ്കിൽ ഇൻ ഷോർട്ട് പറയാം. പിന്നെ നമുക്ക് ഡുവൽ വ്യൂ, മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ടൈം റെക്കോർഡ് ചെയ്യാം. പിന്നെ സോലോ ടെംപ്ലേറ്റ്സ്, ഷോർട്ട് ഓഫ് ഒരു റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു മോഡാണ് അതൊക്കെ വരുന്നത്. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ Oppo Reno 8 Pro ക്വിക്ക് ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഓഫ് വീഡിയോ. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.